ഞാൻ ഒരു ദിവസം വന്നു പോലും എനിക്ക് വന്നപ്പോൾ മനസ്സിലായി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എല്ലാ കുട്ടികളും വളരെ അതിനോ എല്ലാ കുട്ടികളും എനിക്കറിയാം, ഇവിടെ എല്ലാ കുട്ടികളും. ഒരു കാര്യം എനിക്ക് എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനോട് പറയാനുണ്ട്. ഇത് പാരൻറ് സെക്ഷൻ കുട്ടികളോട് പറയാനൊക്കെ പറഞ്ഞു, മാഷോട് പറയാനൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. പക്ഷെ നമ്മളോട് പറയാനുള്ള കാര്യമുണ്ട്. ഹി ഹാസ് ലൈറ്റൻഡ് എ ടോർച്ച്. പുള്ളി ഒരു ടോർച്ച് കണ്ടിട്ട് നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുന്ന ഒരു പന്തം. അതിലേക്ക് എണ്ണ പകരേണ്ടത് നമ്മുടെ കടമ. അത് ഇടയ്ക്കിടയ്ക്ക് കത്തിക്കത്തിയാ. അപ്പൊ അതില്ലാത്തവരോട് നമ്മൾ കുറേശ്ശെ പന്തം നമ്മൾ പൂരത്തിനൊക്കെ പന്തം കാണിക്കുമ്പോഴേ ഞാൻ ആറാട്ടുകാരൻ, അതുകൊണ്ട് പൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ബ്ലഡിലുള്ളതാണ്. അപ്പൊ ഈ പൂരത്തിലെ പന്തം ഇങ്ങനെ കത്തിയാൽ തിരി ആ പന്തം ഇങ്ങനെ ചുങ്ങുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ എണ്ണ ഒഴിക്കും. അപ്പോൾ വീണ്ടും വലിയ പ്രഭയോടുകൂടി കത്തും. അതുപോലെ ഈ കുട്ടികളുടെ ഉള്ളിലൊക്കെ എനിക്കറിയാം, ഇവരൊക്കെ വളരെ നല്ല കുട്ടികളാണ്. പിന്നെ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആണ്. എനിക്ക് ഉറപ്പ് എൻ്റെ പോകുമ്പോൾ നല്ല കുട്ടിയാവും. ബിക്കോസ് നമുക്ക് മലയാളത്തിൽ പണില്ല, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല, മത്ത കുത്തിയാൽ മത്ത തന്നെയാവും. അവർക്ക് ഇപ്പം മിസ്സാവുന്നതായുള്ള കുറേ കാര്യങ്ങളുണ്ട്, അവർക്ക് ലഭിക്കാത്തതായുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രകൃതി, ഭൂമി, അഗ്നി, വെളിച്ചം, വായു, ഇതൊന്നുമില്ല. കാരണം നമ്മൾ പിന്നെ പറയും അവരുടെ ചെരുപ്പിടാണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്. ഞാൻ ഇവരോട് പറയാറുണ്ട്, നീ ചെരുപ്പിടാണ്ട് പോകും, കാലിന് മുള്ളു കയറട്ടെ. അപ്പോൾ അറിയുന്നത് മുള്ളിൻ്റെ ഗുണങ്ങൾ. അവൻ ആദ്യം വളരെ കുട്ടിക്കാലത്തിൽ വിളക്കധികം അവൻ കൈ കൊണ്ട് കത്തും. നമ്മൾ നന്നായി ഇതിൻ്റെ ഗുണം മനസ്സിലായില്ലേ. അങ്ങനെ ചെറിയ ചെറിയ എക്സ്പീരിയൻസുകളൊക്കെ കൊടുക്കണം നമ്മളിപ്പോൾ തന്നെ. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള ലോകം വളരെ ടഫാണ്. അതിലേക്ക് വേണ്ടി ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, നല്ല ടഫ് ആൻഡ് എന്താ പറയണ്ടേ, ടസ്കർ ടൈം കുട്ടികളായിട്ട് വേണ്ടി കൊടുത്താറുണ്ട്. എന്നാൽ their mind should be like soft and clear time. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സൊക്കെ മറ്റേ മാൻപേടകളെ പോലെ ആവും. പക്ഷെ നിങ്ങൾ യു ഷുഡ് ബി വെരി ടഫ് ലൈക്ക് മിലിറ്ററി സോൾജിയർ. അല്ലേ? അപ്പൊ അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സാറ് വലിയൊരു വിളക്കിന്റെ കുറെ ഭാഗങ്ങൾ നിങ്ങളിവിടെ വെച്ച് പോരുത്, മറക്കരുത്. നിങ്ങൾ കൊണ്ടുപോകണം. ഞങ്ങളാലാവുന്ന എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് തരും. നിങ്ങളെല്ലാവരും ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി കഴിഞ്ഞു. വൺസ് ഇൻ എ മന്ത് നിങ്ങൾ വരണം, നിങ്ങളുടെ കൂട്ടുകാരെ ഇനിയും കൊണ്ടുവരണം. ഇതൊരു വലിയൊരു പ്രസ്ഥാനമായിട്ടൊന്ന് മാറുന്നു. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇരിഞ്ഞാലക്കുടയിലെങ്കിലും ഇങ്ങനെ തുടങ്ങി എന്ന് പറയാം നമുക്ക്. താങ്ക്സ് ടു അനിത മാഡം. ആദ്യമായിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, വിടണവനെ എന്ന്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് വന്നത്, ഞാൻ അറിയാലോ നമ്മളെ ഈ പൈസയുടെ സ്വഭാവം, എത്ര രൂപ വരും ചോദിച്ചു. അല്ലെങ്കിൽ 1200. അപ്പൊ മാഡം അതിപ്പൊന്നും തരണ്ടാ, കൺസോളിങ് ഇപ്പൊ തന്നെ കൊടുക്കണമെന്നില്ല, പിന്നെ തന്നാൽ മതി. നമുക്ക് പൈസ ഇല്ല പ്രശ്നം. ആ വിട്ടതിൽ എനിക്ക് താങ്ക്സ് ടു മാഡം. കാരണം ഇങ്ങനെ ഒരു എൻവയോൺമെന്റിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാനും അതല്ല മാഡം പറഞ്ഞ പോലെ മാഡത്തിന്റെ മകൾക്ക് കുറെ ബ്രദേഴ്സിന് കിട്ടിയെന്ന് പറയാം. എൻ്റെ മോൻ ഒരു മോനുള്ളൂ, അവർക്ക് സിസ്റ്റേഴ്സ്, ഡയറക്ട് സിസ്റ്റേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പൊ എത്രയോ സിസ്റ്റേഴ്സിനെ കിട്ടിയത്. ആൻഡ് ദ വേ ദേ മിങ്കിൾ ടുഗദർ, എത്ര ഫ്രീ ആയിട്ട് അവര്, I should say that no, they will be an ideal citizen. Ideal എന്നുള്ളത് യൂട്ടോപ്യൻ വേർഡാണ്, ബട്ട് സ്റ്റിൽ ലെറ്റ് us hope that no, they will be ideal citizens.